ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ആട്ടയില്ല. ഈ ആട്ടയ്ക്ക് ഭയങ്കര വിലക്കുറവാണ് കേട്ടോ. 10 രൂപയൊക്കെയാണ് വിലയുള്ളൂ. ചില കാർഡുകൾക്ക് ഫ്രീ ആയിട്ടും കിട്ടും. അപ്പോൾ ഈ ഒരു ആട്ട കൊണ്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആട്ട കുഴയ്ക്കുമ്പോൾ കണ്ടു ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടല്ല കുഴയ്ക്കുന്നത്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കുറുകൻ പരുവത്തിൽ നന്നായിട്ട് കുഴയ്ക്കണം. അപ്പോൾ ഈ കുഴയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആട്ടയിൽ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് ചില ഇങ്ങനെ കട്ടകൾ പോലെ കാണും. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മളിത് കുഴയ്ക്കാൻ നോക്കണം. കാരണം നമ്മൾ മറ്റേ വിസ്കൊക്കെ വെച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഓക്കെ ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൈ കൊണ്ടാകുമ്പോൾ നമുക്ക് ആ കട്ടയൊക്കെ നമുക്ക് ഉടച്ചുടച്ച് നല്ല വൃത്തിയായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ട തേങ്ങയാണ് കേട്ടോ. തേങ്ങ ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ അത്രയും നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഗീ ആണ്. ഗീ നമുക്ക് അതായത് നെയ്യ് നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ മിൽമയുടെ നെയ്യ് ഉള്ളതുകൊണ്ട് മിൽമ നെയ്യാണ് എടുത്തത്. അപ്പോൾ അത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചു. ഫ്രൈങ് പാൻ ജസ്റ്റ് ചൂടായപ്പോഴേക്കും നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികമൊന്നും വേണ്ട. നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും ഇതൊന്ന് നമ്മുടെ തേങ്ങ ഒന്ന് വഴറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ഇടുന്നത്. അപ്പോൾ നെയ്യ് അവിടെ ഒന്ന് ചൂടാകുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് കുറച്ച് ശർക്കര ചീമ്പി എടുക്കുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കായും അതോടൊപ്പം തന്നെ കുറച്ച് ജീരകവും കൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഏലക്കായും ജീരകവും കൂടെ നമ്മൾ ഇടികല്ലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ് കേട്ടോ. വലിയ കാര്യമായിട്ട് ഇങ്ങനെ പൗഡർ പോലെ പൊടിക്കുമൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. അരകല്ലുണ്ടെങ്കിൽ നമുക്ക് അരകല്ലിൽ വെച്ച് നമുക്കിത് പൊടിച്ചെടുക്കാം. ഇനി അതില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇതുപോലെ ഇടികല്ലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ നെയ്യ് അങ്ങ് ചൂടാകും കേട്ടോ. നെയ്യ് ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയുണ്ടല്ലോ, തേങ്ങ നമ്മൾ ഈ ഒരു നെയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഒത്തിരി നമ്മുടെ തേങ്ങ അങ്ങ് ഉണങ്ങി പോകുന്ന പോലെയൊന്നും അങ്ങനെയൊന്നും നമുക്ക് ഇത് വറുത്തെടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ അത് പയ്യെ അങ്ങോട്ട് ഇട്ടു തീ ഒന്ന് ചെറുതായിട്ട് അത് മൂത്തങ്ങ് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാമ്പഴം നമുക്ക് സുലഭമായിട്ട് ഇപ്പോൾ കിട്ടുന്ന സാധനമാണ് മാമ്പഴം. അപ്പോൾ ഒരു മാമ്പഴം നമ്മൾ ചെത്തിയെടുക്കുകയാണ്. ചെത്തിയിട്ട് നമ്മളിത് ഈ കാണുന്ന പോലെ നമ്മൾ കുനുകുനാന്ന് നമ്മൾ വളരെ ചെറുതായിട്ട് നമ്മൾ കൊത്തി എരിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു. അപ്പോഴേക്കും ആ സമയത്ത് നമ്മുടെ തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂട് കയറിയിട്ടുണ്ട്. ചൂട് കയറിയപ്പോഴേക്കും നമ്മുടെ ശർക്കര നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശർക്കര ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ഏലക്കായും ജീരകവും കൂടി മിക്സ് ചെയ്ത് വെച്ചും കൂടെ നമ്മൾ ഈ ഒരു ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ അകത്ത് ചൂട് കയറുമ്പോഴത്തേക്ക് ഈ ശർക്കര പയ്യെ ഒന്ന് അങ്ങോട്ട് ഉരുകിയിട്ട് ചെറിയ നമ്മുടെ തേങ്ങയുടെ ഒരു നനവും അതോടൊപ്പം തന്നെ ശർക്കരയും കൂടെ കൂടിയിട്ട് ഒരു പ്രത്യേക ഒരു ടെക്സ്ചറിലേക്ക് നമുക്ക് ഇത് രണ്ടും കൂടെ മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പക്ഷേങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു പുതുമ, നമ്മൾ എന്തൊക്കെയോ ചെയ്ത ഒരു ഫീല് നമുക്ക് കിട്ടുന്നൊരു സ്നാക്കാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് അറിയാം, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ലേശം പാല് നമ്മൾ ചേർത്ത് കൊടുക്കണം. പാല് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നുമല്ല, ഈ തേങ്ങയും അതോടൊപ്പം തന്നെ ശർക്കരയ്ക്കൊക്കെ ഒരു നനവ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. ആ ഒരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല്, ഞാനൊരു 2-3 സ്പൂൺ പാല് അത്രയാണ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഒത്തിരി ഇങ്ങനെ കപ്പ് കണക്കിന് അങ്ങനെയൊന്നും പാൽ ഒഴിച്ചിട്ടില്ല. ഒരല്പം പാലൊഴിച്ചിട്ട് പയ്യെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ പിന്നെ ചേർത്ത് നമ്മളുടെ ഈ മാമ്പഴം ഉണ്ടല്ലോ, മാമ്പഴം നമ്മൾ അരിഞ്ഞു വെച്ചത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം മാമ്പഴവും കൂടെ അരിഞ്ഞു കൊടുത്തതും കൂടെ ചേർത്തിട്ട് നമ്മൾ പയ്യെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒരു ചൂടാകണം. അപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഒത്തിരി ഇങ്ങനെ വലിയ വേവ് ഒന്നും വേണ്ട കേട്ടോ, പയ്യെ ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത്. അപ്പോൾ നമ്മൾ ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിലും ഈ പഞ്ചസാരയുടെ ഫ്ലേവറും ശർക്കരയുടെ ഫ്ലേവറും രണ്ട് ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കുറുകൻ രീതിയിൽ, ഒത്തിരി അങ്ങനെ കട്ടിയല്ല എന്നാൽ ഒത്തിരി ഇങ്ങനെ വെള്ളം പോലെ അല്ലാത്തത് ഈ ഒരു ടെക്സ്ചറിൽ നമ്മളുടെ മിക്സ് കിട്ടും കേട്ടോ. ഈ ഒരു മിക്സ് ഇങ്ങനെ തന്നെ ജസ്റ്റ് കോരി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാരണം മാമ്പഴവും തേങ്ങയൊക്കെ കൂടെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രൈങ് പാൻ്റെ അകത്ത് അല്ലെങ്കിൽ അപ്പക്കല്ലിൻ്റെ അകത്തേക്ക് നമ്മൾ വെച്ചിട്ട് ഇത് ഒത്തിരി ഞാൻ പറഞ്ഞു ഒത്തിരി ഇങ്ങനെ വെള്ളം പോലത്തെ ടെക്സ്ചറിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത്. ഒരല്പം കുറുകിയ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്കാണ് ഇത് ഇങ്ങനെ നമ്മളുടെ മാവ് ഒഴിച്ചിട്ട് നമ്മുടെ സാധാ ദോശ അല്ലെങ്കിൽ പാൻ കേക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി വെള്ളമാണെങ്കിൽ
ഇതിൻ്റെ ഈ ഒരു അപ്പത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ടെസ്റ്റർ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി കുറുകൻ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നത്. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് നെയ്യും കൂടെ നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ദോശ നമ്മൾ ചുട്ട് നമ്മൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നെയ്യ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇത് നെയ്യ് ചേർക്കണമെന്നില്ല, നെയ്യ് ചേർക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഞാൻ 3-4 ദോശ ജസ്റ്റ് ചുട്ടി അങ്ങ് മാറ്റി വെച്ചു. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ഒരു ദോശയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ കൊഴുക്കട്ട പോലെയൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ നമ്മൾ നോർമലി മിക്കവാറും വീടുകളിലൊക്കെ പിള്ളേർക്കും നമ്മളൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റി ഫീൽ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാം, നമ്മുടെ ഫില്ലിങ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ദോശയുടെ നടുക്കല്ല വെക്കുന്നത്, നമ്മൾ ഇതിൻ്റെ ഒരു അറ്റത്തായിട്ടാണ് നമ്മളിങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് കണ്ടോ. അറ്റത്തുനിന്ന് ഒരിച്ചിരി ജസ്റ്റ് ഒന്ന് മടക്കാവുന്ന രീതിയിൽ ഒരു അറ്റത്ത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കണ്ടില്ലേ, ഒരു എഡ്ജ് പോർഷനിലാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഇത് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പരത്തുമല്ല ചെയ്യേണ്ടത്. നമ്മൾ ഈ മൊത്തം ദോശകളെ പരത്താതെ നമ്മൾ വെച്ചിട്ട് ഞാൻ അറ്റത്ത് വെച്ച് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ്. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ചുരുട്ടി നമ്മളിങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഭംഗിയായിട്ട്, അല്ലെങ്കിൽ നമ്മൾ നടുക്ക് വെച്ചാൽ നമുക്ക് രണ്ടായിട്ടാണ് ഈ ദോശ പരത്താൻ പറ്റത്തുള്ളൂ. അതേസമയം നമ്മൾ ഒരു സൈഡിലാണ് നമ്മൾ വെച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് വൃത്തിക്ക് ഇതുപോലെ നമുക്ക് ആ ദോശക്കല്ലിൽ തന്നെ വെച്ച് നമുക്ക് ഇത് ആ ചൂടോടുകൂടി നമുക്ക് റോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റോൾ ചെയ്ത് നമ്മൾ ഈ സാധനം എടുത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ചൂടാക്കി നന്നായിട്ട് ചൂടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് ഒക്കെ ഒന്ന് സെറ്റ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ സൈഡിൽ കണ്ടില്ലേ, നമ്മൾ പരത്തൊന്നും വേണ്ട, സൈഡിലേക്ക് നമ്മൾ ഇച്ചിരി നീളത്തിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. നീളത്തിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ചട്ടുകം കൊണ്ട് തന്നെ പയ്യെ ഒന്ന് മടക്കുമ്പോഴത്തേക്കും നമ്മുടെ ദോശ അങ്ങ് ചുരുണ്ട് സെറ്റായിട്ട് വന്നോളും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ ഈസിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു ദോശയുടെ മാവിൻ്റെ ആ ഒരു സംഭവം ഉള്ളിലത്തെ ഫില്ലിങ്ങും കൂടെ ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളുടെ ഈ ഒരു ഇന്നത്തെ ഒരു റോള് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് ഇന്ന് നമ്മുടെ വൈകുന്നേരത്തെ പലഹാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത് മാമ്പഴവും ഇത്രയും വില കുറഞ്ഞ ആട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വിഭവമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വില കുറഞ്ഞ 10 രൂപയ്ക്ക് കിട്ടുന്ന ആട്ട നിങ്ങൾ വാങ്ങിക്കാതിരിക്കരുത്. പല രീതിയിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സാധനമാണിത്. ഇതുകൊണ്ട് ഒത്തിരി ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. നല്ല സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കാനുള്ള ഒരു ടെക്നിക്കൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാം. പക്ഷേങ്കിൽ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആട്ടയും ഈ 10 രൂപയുടെ ആട്ടയും ഈ ഒരു മാമ്പഴവും നമ്മളുടെ തേങ്ങയും ഇതെല്ലാം കൂടെ ചേർത്തപ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ഫീൽ ചെയ്യുന്നത്. ഇനി നമ്മളിത് പിള്ളേർക്ക് ഇങ്ങനെ വെറുതെ റോളായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കാണ് അയ്യോ ദോശക്കകത്ത് എന്തോ വെച്ച് ചുരുട്ടി തന്നുള്ള ഫീൽ കിട്ടും. അപ്പോൾ അത് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുവരെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ക്രീമി ടെക്സ്ചറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം അത് കണ്ടോ, ഇങ്ങനെ നമുക്ക് നല്ല ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് പിള്ളേർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഒരു നമ്മൾ ഒരു പുതുമയുള്ളൊരു സാധനം ഉണ്ടാക്കിയൊരു ഫീല് കിട്ടും. പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ അകത്ത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. മാമ്പഴവും തേങ്ങയും ശർക്കരയും പഞ്ചസാരയും ഏലക്കായും ഒക്കെ കൂടെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൈകുന്നേരത്തെ ഈ ഒരു സ്നാക്ക് നമ്മൾ ചായക്ക് ഇതാണ് കഴിക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടണമെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതുപോലെ സിമ്പിളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.